അപ്പോൾ സ്ത്രീകൾക്ക് ഒരു സാഡിസം ഉണ്ടായി കഴിഞ്ഞു. അതായത് പുരുഷനെ ആക്രമിക്കാൻ വേണ്ടി ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ആരോപണം ഉണ്ടാക്കുക. അത് തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഒരിക്കൽ പോലും തെളിയിക്കപ്പെടുന്നില്ല. എപ്പോഴാണ് തെളിയിക്കപ്പെടുന്നത്? ആ ഇര ഇപ്പൊ ഇവിടെ ആരാ ഇരയാവുന്നത്? വേട്ടക്കാരനാണോ വേട്ടക്കാരിയാണോ എന്നുള്ള ഇര ഇപ്പൊ ആരാവുന്നത്? ഇപ്പൊ ദീപക് ഇരയായ സംഭവം യഥാർത്ഥത്തിൽ ദീപകിനെ അതിനെ അതിജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതായിപ്പോയി. കാരണം ഇൻ മോസ്റ്റ് കേസസ് മിക്കപ്പോഴും ഇരയാവുന്നത് ആക്ച്വലി ആണുങ്ങളാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയിലെ 50% എന്തോ നിയർലി വരുന്ന ഫേക്ക് ആയിട്ടുള്ള കേസുകളാണ് ഈ പുരുഷന്മാർക്ക് എതിരെ വരുന്നതെന്നുള്ളതാണ് സത്യം. അപ്പോൾ പുരുഷന്മാരാണ് ആക്ച്വലി ഇരയാവുന്നത്. സോഷ്യൽ മീഡിയയിൽ അത്രയധികം അദ്ദേഹത്തെ തെറി പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം നിവൃത്തിയില്ലാതെയാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത്. 1000 ഭീരുക്കളോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ല ആത്മഹത്യയാണെന്ന് ദീപക് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? സ്ത്രീകളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അവരെ നേരിടാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് ലൈംഗിക ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചവരുടെ ഉണ്ടായിരുന്നു. ആദ്യമേ തുടങ്ങി വെച്ചതാരാ? ഇവിടുത്തെ ഒരു ലീഡിംഗ് മാധ്യമവും ഇവിടുത്തെ പോലീസും കൂടെ ചേർന്നിട്ട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റിനെ ഇല്ലാതാക്കിയ കഥ, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ. പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല. അദ്ദേഹം അതിനെ നേരിട്ടു. ദീപകിന് അത് കഴിയാതെ പോയി. ഇപ്പുറത്ത് നിൽക്കുന്നത് സ്ത്രീകൾ. അത് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവര്. ഇപ്പൊ തന്നെ അതിൽ പറഞ്ഞു കേട്ടു. ഇപ്പം പറഞ്ഞു നമ്മുടെ ഓരോരുത്തരുടെ ആണുങ്ങളുടെ രീതികൾ, ആണുങ്ങൾ എങ്ങനെ സമീപിക്കുന്നു, വന്ന് തൊടുന്നു, ആ തൊടുന്ന ഉടനെ പെട്ടെന്ന് ഞാൻ അതങ്ങ് അവതരിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ചിന്താഗതികളും സ്ത്രീകൾ വളരെ ശക്തമായി കൊണ്ടു നടക്കുന്നുണ്ട്. ഒരാൾ ഏതെങ്കിലും ഉന്നത പദവിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പഴയ കാലത്ത് എന്നെ അങ്ങനെ തൊട്ടു, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എന്നെ അവിടെ കൊണ്ടിരുത്തി. ഈ സമയത്തൊന്നും ആണുങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. രണ്ടുപേരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങളെ നിയമം സംരക്ഷിച്ചോളും, ആണുങ്ങളെ ഏത് രീതിയിലും ഉപദ്രവിക്കാം എന്ന ചിന്താഗതിയിലേക്ക് സ്ത്രീകൾ മാറിക്കഴിഞ്ഞു. അതെല്ലാ സ്ത്രീകളും അല്ല. ഇത്തരത്തിൽ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ ഞങ്ങളെ ഇങ്ങനെ തൊട്ടാൽ അടുത്ത് ഇപ്പൊ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന സ്ത്രീ അത് എങ്ങനെയാണെന്ന് പുരുഷൻ കണ്ടുപിടിച്ചിട്ട് വേണം കയറിയിരിക്കണം.